കന്യാകുമാരിയിലേക്കുള്ള ദേശീയപാതയിൽ മാർത്താണ്ഡം മേൽപ്പാലത്തിൽ കുഴി രൂപപ്പെട്ടു. ജില്ലയിലെ വെട്ടുവന്നിയിൽ കുഴിത്തുറ പാലം അവസാനിക്കുന്നത് മുതൽ പമ്മം തമിഴ്നാട് സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡിപ്പോ വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരത്തിൽ 222 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച മേൽപ്പാലത്തിലാണ് കുഴി രൂപപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലം ആരംഭിക്കുന്ന പമ്മം ഭാഗത്തെ 3ാമത്തെ പില്ലറിനു സമീപത്ത് കുഴി കാണപ്പെട്ടത്. ഇതുകാരണം പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിർത്തിവച്ചു. ഇതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. മാർത്താണ്ഡം മേൽപ്പാലത്തിലൂടെ അധിക ഭാരം കയറ്റിയ വാഹനങ്ങൾ കടത്തിവിടരുതെന്ന് പൊതുജനങ്ങൾ വളരെ നാളായി ആവശ്യമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ആദ്യത്തെ ഇരുമ്പ് മേൽപ്പാലമാണ് മാർത്താണ്ഡം മേൽപ്പാലം. ഈ മേൽപ്പാലത്തിന് 112 കൂറ്റൻ തൂണുകളുണ്ട്. ഇതിൽ 21 തൂണുകൾ കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗതാഗതത്തിന് തുറന്നതു മുതൽ പാലത്തിന്റെ ഗുണനിലവാരം മോശമാണെന്ന് വിമർശനമുയർന്നിരുന്നു. എന്നാൽ ഇതുവരെ ഒരു കേടുപാടും ഉണ്ടായിരുന്നില്ല. എന്നാൽ അധിക ഭാരം കയറ്റി വാഹനങ്ങൾ പോകുന്നതിനാൽ ഇപ്പോൾ ചെറിയ വിള്ളലുകളും രൂപപ്പെട്ടു. അതേസമയം ഈ പ്രദേശത്ത് അപകടങ്ങളും പതിവാണ്. 2 വർഷത്തിലേറെയായി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. ഇതിനിടെയാണ് റോഡിന്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് തകർന്ന് 2 മീറ്റർ വ്യാസമുള്ള കുഴി രൂപപ്പെട്ടത്. പാലത്തിന്റെ കേടുപാട് രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് DMK പ്രവർത്തകർ രംഗത്ത് വന്നതോടെ BJP പ്രവർത്തകരും സംഭവസ്ഥലത്തെത്തി വാക്കുതർക്കമുണ്ടായി. പാലം നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി ആരോപണം ഉന്നയിച്ചാണ് കോൺഗ്രസ് DMK പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.